Hello friends, Technique Malayalam channel-ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായ ആപ്പിൾ ഐഫോൺ SE 2020 വേരിയൻ്റ് ആണ്. അപ്പോൾ ഇത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത്. ഇന്ത്യയിൽ ഇപ്പോഴാണ് സെയിൽ തുടങ്ങിയിരിക്കുന്നത്, ലോക്ക്ഡൗൺ ആയത് കാരണം. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് റെഡ്, അതായത് റെഡ് വേരിയൻ്റ് ആണ് ഐഫോൺ SE 2020 വരുന്നത്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 42,500 രൂപയാണ്, അതായത് 42,500 ആണ് ഇതിൻ്റെ പ്രൈസിങ്. ഇത് പ്രോബ്ലി ചീപ്പസ്റ്റ് ഐഫോൺ ടു ലോഞ്ച് ഇൻ ഇന്ത്യയാണ്. അപ്പോൾ ഒഫീഷ്യൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ വളരെ കുറച്ചുകൂടി അഫോർഡബിൾ കാറ്റഗറി, അതായത് ആപ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ ആണ്. ആക്ച്വലി അഫോർഡബിൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഐഫോൺസ് എല്ലാം എക്സ്പെൻസീവ് ആണ്. ഈവൻ 42,500 ആണെങ്കിൽ പോലും എക്സ്പെൻസീവ് ആണ്. എങ്കിൽ ഐഫോണിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് ചീപ്പസ്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഐഫോൺ SE 2020. അപ്പോൾ നമുക്ക് കാണാം, ഇതാണ് ഐഫോൺ SE. നമുക്ക് 64 GB വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ പ്രൈസിങ് കാണാൻ നിങ്ങൾക്ക് 42,500 എഴുതി കാണാം. പിന്നെ പ്രൊഡക്റ്റ് റെഡ് മെൻഷൻ ചെയ്ത് കാണാം. പിന്നെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് വേരിയൻറ്റ് 42,500 64 GB വേരിയൻ്റ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, കാരണം വയർലെസ് ചാർജിങ്ങും IP റേറ്റിംഗ് എല്ലാം ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ A13 ബയോണിക് ചിപ്സെറ്റാണ് വരുന്നത്. അത് തന്നെ വളരെ പവർഫുൾ പ്രോസസ്സറാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ബോക്സ് ആദ്യം തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ചെറിയൊരു കേസാണ് വരുന്നത്. ആപ്പിൾ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. സോ നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് കാണുന്നൊരു സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ വരുന്നത് പ്രൊഡക്റ്റ് റെഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു ഐഫോൺ എന്ന് പറഞ്ഞ ഒരു മാനുവലാണ്. പിന്നെ രണ്ട് ഇൻഫർമേഷൻ മാനുവൽസാണ് വരുന്നത്. പിന്നെ ഒരു സ്റ്റിക്കറാണ്, രണ്ട് ആപ്പിളിൻ്റെ സ്റ്റിക്കേഴ്സാണ് വരുന്നത്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഐഫോൺ SE 2020 പ്രൊഡക്റ്റ് റെഡാണ് വരുന്നത്. 64 GB സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഐഫോണിൻ്റെ അഡാപ്റ്ററാണ്, വളരെ ബേസിക് ചാർജിങ് വരുന്നുള്ളൂ, ഫാസ്റ്റ് ചാർജിങ് ഒന്നും തന്നെ സപ്പോർട്ടഡ് അല്ല. പിന്നെ വരുന്നത് ആപ്പിളിൻ്റെ ഇയർപോഡ്സ് ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റി സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഇയർപോഡ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൈറ്റ്നിങ് കേബിളാണ് ആപ്പിളിൻ്റെ തന്നെ ചാർജിങ്ങും ഡേറ്റ സിങ്കിങ്ങിനുള്ള. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് നോക്കാം. അപ്പോൾ നമ്മൾ ഐഫോൺ SE ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇൻ്റർഫേസ് അറിയാം. എല്ലാ ഐഫോൺസിലും ഒരേ ഇൻ്റർഫേസാണ് വരുന്നത്. അപ്പോൾ ഐഫോണിന് iOS 13 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് മോഡ് അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറയുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം സെയിം OS ആണ് എല്ലാ ഐഫോൺസിലും വരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ബൂട്ട് ചെയ്ത് ഐഫോൺ SE. ഇനി നമുക്ക് ഇതിൻ്റെ വേറെ എടുത്ത് പറയാവുന്നത്, ഇതിനകത്ത് IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ട്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് വയർലെസ് ചാർജിങ് ഉണ്ട്. ആ രണ്ട് ഫീച്ചർ പ്രോബ്ലി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നമ്മൾ അധികം ഫോൺസിൽ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് വാട്ടർ റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് അധികം ഫോൺസിന് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കണ്ടിട്ടില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. പിന്നെ നമുക്കറിയാവുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ടച്ച് ID ആണ് വരുന്നത്, ഫേസ് അൺലോക്ക് ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് വെച്ച് റീഡ് ചെയ്യാവുന്നതാണ്. ഫേസ് അൺലോക്ക് ഇല്ല ഇതിനകത്ത്. പക്ഷേ അതൊരു വലിയൊരു ഇഷ്യൂ അല്ല എന്ന് എനിക്ക് തോന്നുന്നു, കാരണം ടച്ച് ID വളരെ ഫാസ്റ്റാണ്. നമുക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഇത് കോൺഫിഗറിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഐഫോൺ SE. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്യാമറ നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന ക്യാമറ നമുക്ക് കണ്ടില്ലേ, ഇവിടെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം 4K at 30 FPS HD ആൻഡ് 60 FPS ഉണ്ട്. 4K at 60 FPS വരെ സപ്പോർട്ടഡ് ആണ്. വളരെ മികച്ച ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സെറ്റിങ്സ് ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ പിന്നെ ഫോട്ടോ, പോർട്രേറ്റ് മോഡ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയി ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഐഫോൺ SE 2020 എടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഐഫോൺ SE 2020 എടുത്ത ക്യാമറ സാമ്പിൾസ്. വിശദമായ ക്യാമറ റിവ്യൂ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൂടാണ്ട് തന്നെ ഗെയിമിംഗ് റിവ്യൂ ചെയ്യുന്നതാണ്. ഈ ഫോണിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാണ്ട് തന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഐഫോൺ SE 2020 അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ക്യാമറ സാമ്പിൾസ് കൊണ്ട് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഇത് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ 42,500 രൂപയാണ് ഇന്ത്യൻ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. HDFC കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട്സും കിട്ടുന്നതാണ്. 38 സംതിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ HDFC കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൈസിങ് കുറച്ചും കൂടെ കുറയുന്നതാണ്. അല്ലാത്തവർക്ക് 42,500 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്. അത് ബേസ് 64 GB വേരിയൻ്റ് ആണ് കിട്ടുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് റെഡ് ആണ്, നമുക്ക് കാണാൻ സാധിക്കും പ്രൊഡക്റ്റ് റെഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു ഐഫോൺ SE 2020 ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.